ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ആൽബിനോ ഗ്രാഫ്റ്റിംഗ് വഴി എങ്ങനെ ഗോൾഡൻ റൂട്ട്സ് ചെടികളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന തരത്തിലുള്ള റൂട്ട്സ് നമുക്ക് അഡീനിയം ചെടികളിൽ ഉണ്ടാക്കിയെടുക്കാം. അതിനുവേണ്ടി നമ്മൾ ആൽബിനോസ്, അതായത് ഹരിതകമില്ലാത്ത വിത്ത് മുളപ്പിച്ചുണ്ടാവുന്ന ചെടികളാണ് ആൽബിനോസ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്നതിൽ വെള്ള നിറത്തിലുള്ള ഇലകളായിട്ട് ചില സീഡ്ലിങ്സുകൾ കാണപ്പെടുന്നുണ്ട്. ഈ സീഡ്ലിങ്സുകളെയാണ് ആൽബിനോസ് എന്ന് പറയുന്നത്. കണ്ടില്ലേ, പച്ച കളറ് തീരെ ഉണ്ടാവില്ല, ഹരിതകം അതിനകത്ത് തീരെ ഉണ്ടാവില്ല, വെള്ള കളറിലായിരിക്കും ആ സീഡ്ലിങ് കാണപ്പെടുന്നത്. ഇത്തരത്തിലുള്ള സീഡ്ലിങ്ങുകളെ നമ്മൾ ചെറുപ്പത്തിൽ തന്നെ ഒരു 3-4 ഇലകൾ ഉള്ള സമയത്ത് തന്നെ നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്ത് അതിനെ വീണ്ടും നമ്മൾ ഗോൾഡൻ റൂട്ട്സുകൾ ഉള്ള ഒരു ചെടിയായിട്ട് മാറ്റാൻ സാധിക്കും. ഇങ്ങനെ മാറ്റിയിട്ടില്ലെങ്കിൽ ഈ ആൽബിനോസ് ഒരു 1 to 2 ആഴ്ചയുടെ ഉള്ളിൽ തന്നെ നശിച്ചു പോകുന്നതായിട്ട് കാണപ്പെടും. പൊതുവേ ആൽബിനോ ഗ്രാഫ്റ്റിംഗ് ചെയ്ത് ഒരു ചെടി ഉണ്ടാക്കുന്നത് നമ്മൾ സാധാരണ ഒരു വിത്ത് പാവി ഒരു ചെടി ഉണ്ടാക്കുന്നതിനേക്കാൾ നല്ല പ്രയാസമേറിയ ഒരു പ്രൊസീജിയറാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ കേരളത്തിൽ ഇതങ്ങനെ പ്രശസ്തമായിട്ട് ഒരു കാണുന്നില്ല. വളരെ റെയറായിട്ട് മാത്രമേ ആൽബിനോ ഗ്രാഫ്റ്റിംഗ് സക്സസ് ആവുകയോ അല്ലെങ്കിൽ സക്സസ് ആയിട്ട് ഒരുപാട് വളർച്ചയിലെത്തുകയോ ചെയ്യുന്നുള്ളൂ. ഇത് നമ്മൾ ആൽബിനോ ഗ്രാഫ്റ്റിംഗ് എങ്ങനെ ചെയ്യാമെന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇത്തരത്തിൽ ചെയ്യുന്നതിലൂടെ നമുക്ക് നല്ല ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കോഡക്സോട് കൂടിയ വേരുകളോട് കൂടിയ വെള്ള വേരുകളോട് കൂടിയ ചെടികൾ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഇതൊരു ആൽബിനോ സീഡ്ലിംഗ് ആണ്. ഇത് ഏകദേശം ഒരു 10 ദിവസം പ്രായമായിട്ടുള്ളൊരു ആൽബിനോ അറബിക്കം സീഡ്ലിംഗ് ആണ്. നമ്മൾ ഒബേസം സീഡ്ലിംഗ് അല്ല ഉപയോഗിക്കുന്നത്, അറബിക്കം സീഡ്ലിംഗ് ആണ്. അതിൻ്റെ കുറച്ചുകൂടി വലുതാവും, വളർച്ച കൂടുതലും അതേപോലെ സക്സസ് റേറ്റ് കൂടുതൽ അറബിക്കങ്ങൾക്കാണ്. ഇപ്പോൾ ഇതിൻ്റെ നമ്മൾ മേൽഭാഗം കട്ട് ചെയ്ത് ഹരിതകമുള്ള ഇലകളോട് കൂടിയ വേറെ ഒരു അറബിക്കം സീഡ്ലിങ്ങിൻ്റെ ടോപ്പ് ഭാഗമാണ് നമ്മളിതിലേക്ക് ഗ്രാഫ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ സ്റ്റെമ്മ്, അതായത് കോഡക്സ് ഭാഗം രണ്ടും ഒരേ സൈസ് ആയിരിക്കണം. നമ്മൾ ഗ്രാഫ്റ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സീഡ്ലിങ് താഴ്ഭാഗവും മേൽഭാഗവും ഒരേ ഡയമീറ്ററോട് കൂടിയ തണ്ടാണെങ്കിൽ മാത്രമേ അതിനകത്ത് ഗ്രാഫ്റ്റ് സക്സസ് ആവുകയുള്ളൂ. അതിനായിട്ട് പുതിയൊരു ബ്ലേഡ് എടുക്കുക. ഈ ബ്ലേഡ് വൈറ്റും ഗ്രീനും കയറി വരുന്ന ഭാഗത്ത് സെൻറ്ററായിട്ട് കട്ട് ചെയ്യുക. ഇത് മാത്രമാണ് ചെയ്യേണ്ടത്. വേറെ നിങ്ങൾ പുതിയതായിട്ടുള്ളൊരു ബ്ലേഡ് തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം. പഴയ കത്തിയൊന്നും ഉപയോഗിച്ച് ചെയ്യരുത്, കാരണം ഇത് സീഡ്ലിംഗ് ആണ്, വളരെ വോളറ്റൈലാണ്. ഇതിൻ്റെ ഗ്രാഫ്റ്റിംഗ് അങ്ങനെ സക്സസ് ആവില്ല. പിന്നീട് നമ്മൾ ആ ആൽബിനോൻ്റെ സെൻറ്റർ ഭാഗം ഏകദേശം കോഡക്സിനോട് കുറച്ച് താഴത്ത് ഒരു മിഡിലായിട്ടുള്ള ഭാഗത്ത് കട്ട് ചെയ്ത് ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ നമ്മൾ കട്ട് ചെയ്ത ഗ്രീനിഷ് ആയിട്ടുള്ള ഒരു സീഡ്ലിങ്ങിൻ്റെ മേൽഭാഗം ചേർത്ത് വയ്ക്കുക. ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്യുക. ഇത് ഗ്ലൂ ചേർത്ത് ഒട്ടിക്കുന്ന ചിലരുണ്ട്. അങ്ങനെ ഗ്ലൂ ചേർത്ത് ഒട്ടിച്ചിട്ട് എനിക്ക് ഒരുപാട് സക്സസ് റേറ്റ് അങ്ങനെ കിട്ടിയിട്ടില്ല. കുറച്ച് ആൽബിനോ ഗ്രാഫ്റ്റിങ്ങിൻ്റെ പ്ലാന്റുകൾ മേക്കിംഗ് ആണ്. അപ്പോൾ നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോഴാണ് കൂടുതൽ സക്സസ് റേറ്റ് ആയിട്ട് കിട്ടുന്നതെന്നാണ് കാണപ്പെടുന്നത്. ഗ്ലൂ ചെയ്യുന്നത് കൊണ്ടൊരു പ്രശ്നമുണ്ട്. നമ്മുടെ നാട്ടിൽ ഈ ഫെവിക്വിക്ക് പോലെയുള്ള സൂപ്പർ ഗ്ലൂ പോലെയുള്ള ഗ്ലൂസ് ഉപയോഗിക്കുമ്പോൾ അത് ബേൺ ആവാൻ സാധ്യതയുണ്ട് കോഡക്സ്. ഒന്നുകൂടി ഞാൻ കാണിച്ചു തരാം. അതിൽ നിങ്ങൾ ശ്രദ്ധിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്, ഇതിനകത്ത് ഡസ്റ്റോ അല്ലെങ്കിൽ വേറെ പാർട്ടിക്കിൾസോ ഒന്നും പാടില്ല. കട്ട് ചെയ്ത ഭാഗത്ത് നമ്മൾ വീണ്ടും കൈവച്ചിട്ട് പ്രസ് ചെയ്യാനൊന്നും പാടില്ല. ജസ്റ്റ് അത് ഫ്ലാറ്റ് രീതിയിൽ കട്ട് ചെയ്തിട്ട് അതിൻ്റെ മേലെ വെക്കുക മാത്രം ശ്രദ്ധിക്കുക. ഇനി ഇത് കീപ്പ് ചെയ്യേണ്ട ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, ഷെയ്ഡിൽ വേണം ഇത് കീപ്പ് ചെയ്യാൻ. പറ്റുമെങ്കിൽ ഇത് പകൽ മാത്രം ചെയ്യുക, വൈകുന്നേരങ്ങളിൽ ഇത് ചെയ്യാതിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഹീലാവാൻ, അതായത് 2 ഭാഗം കൂടി ഒട്ടിച്ചേരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ടെമ്പറേച്ചർ ആവശ്യമാണ്. ഇപ്പോൾ രാത്രി ചെയ്യുകയാണെങ്കിൽ കുറച്ച് മഴയുള്ള മഞ്ഞുള്ള ഭാഗമൊക്കെ ആണെങ്കിൽ ഇത് ഗ്രാഫ്റ്റ് സക്സസ് ആയിരിക്കില്ല. അതുപോലെ മഴക്കാലത്ത് പൊതുവേ ചെയ്യാതിരിക്കുക, കുറച്ചുകൂടി വെയിലുള്ള സമയങ്ങളിൽ ചെയ്യുക. ഇപ്പോൾ കുറച്ച് ദിവസം വെയിൽ അടുപ്പിച്ച് കിട്ടിയത് കൊണ്ടാണ് ഇത് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. നമുക്ക് കുറച്ചെണ്ണം ഉണ്ട്, ഒരു 6 to 7 ഗ്രാഫ്റ്റുകൾ, ഇത്തരത്തിലുള്ള ഗ്രാഫ്റ്റുകൾ നമ്മൾ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ അതിൻ്റെ ഫൈനൽ സ്റ്റേജാണ്. ഇതിപ്പോൾ എല്ലാ ആൽബിനോ ഗ്രാഫ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. യാക് സൗദി അറബിക്കത്തിൽ ബ്ലാക്ക് റൂബി അറബിക്കം ആണ് ഗ്രാഫ്റ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റിസൾട്ട് വരും ദിവസങ്ങളിൽ കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ